ഭഗവതേ വാസുദേവായ. പ്രണവം അസ്ട്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ നക്ഷത്ര സംബന്ധമായിട്ടോ ജാതക സംബന്ധമായിട്ടോ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ എന്നെ വിളിച്ചോളൂ. ഞാനിവിടെ പറയുന്നത് തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫെബ്രുവരി മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. കാഴ്ചപ്പാടിൽ വളരെയധികം ശാന്തശീലരായിട്ടുള്ള ഈ തിരുവോണം നക്ഷത്രക്കാരിൽ അവരുടെ ദൈനംദിന ജീവിതത്തിൽ പല വിധത്തിലുള്ളതായ ഭാരങ്ങളും ഉത്തരവാദിത്വങ്ങളും ഏൽക്കേണ്ടി വരുന്നവരാണ്. എന്നാൽ പ്രതിസന്ധികളിലൂടെയും തടസ്സങ്ങളിലൂടെയും കടന്നു വരുന്ന ഇവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ 6-ാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം നിൽക്കുന്നതായിട്ടൊരു സമയമായതുകൊണ്ട് ഈശ്വരാനുഗ്രഹത്തോടെ വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. സുഖനാഥനും ലാഭാധിപനുമായിരിക്കുന്നതായ ചൊവ്വയാണെങ്കിൽ ഉച്ചബലത്തോടു കൂടിയിട്ട് ജന്മരാശിയിൽ സഞ്ചരിക്കുന്നതും ബുധൻ്റെയും സൂര്യൻ്റെയും ശുക്രൻ്റെയും എല്ലാം വളരെയധികം അനുകൂല സ്ഥിതിയും അതുമൂലം ആരോഗ്യപരമായിട്ട് പൊതുവെ തൃപ്തികരമായിട്ട് കാണുന്ന സമയമാണ് ഈ ഫെബ്രുവരി മാസത്തിൽ. ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോയാൽ നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. ഇനി കർമ്മപരമായിട്ടും തൊഴിൽപരമായിട്ടും ധാരാളമായിട്ടുള്ള നേട്ടങ്ങളും അഭിവൃദ്ധിയും എല്ലാം കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഫെബ്രുവരി മാസത്തിൽ. വിദ്യാർത്ഥികൾക്കാണെങ്കിലും പഠന സംബന്ധമായിട്ട് നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. പഠനത്തിൽ നല്ല മികവ് പുലർത്തുവാനുള്ള മനോബലം കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ്. കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും മനസന്തോഷത്തിന് സാധ്യത കാണുന്നുണ്ട്. എന്നാൽ ധനസന്താനകാരകനായിരിക്കുന്ന സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ 6-ാം ഭാവത്തിലെ സ്ഥിതി മൂലം ധനപരമായിട്ട് കൊടുക്കൽ വാങ്ങലുകളിൽ നഷ്ടം വരാതെ നോക്കണം. അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവ് വർധനവിന് സാധ്യത കാണുന്നത് കൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കണം. അതുകൊണ്ട് ഈ നക്ഷത്രക്കാർ വിഷ്ണു ക്ഷേത്രത്തിൽ സഹസ്രനാമ അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്.